രാജാശ്രീക്ക് സ്വാഗതം. മാവേലിക്കരുടെ സ്വാഗതം. ജയ് ജയ്. बोलो भारत माता की, बोलो भारत माता की. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. നമ്മൾ ജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ലോകാരാധ്യനായ നരേന്ദ്രമോദിജി 10 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ചു. ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിന്റെ പെരുമയെത്തിച്ചു. ഇനിയുള്ള 5 വർഷക്കാലം കൂടി അദ്ദേഹം രാജ്യം ഭരിക്കും. 400-ലേറെ സീറ്റിന്റെ ബലത്തിൽ അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്നത് ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും കഠിനമായി പണിയെടുത്താൽ നമുക്ക് ജയിക്കാൻ പറ്റും. എല്ലാവരും വീടുകളിൽ സമ്പർക്കം നടത്തി നമ്മുടെ അടിവേര് വരെ ആരൊക്കെയായി ബന്ധപ്പെട്ടു അതെല്ലാം നോക്കി എല്ലാ തരത്തിലും കുറ്റമറ്റ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. NDA convener Mr. Saji Raghavan, District President Mr. M.V. Gopakumar, and Yuva Morcha National Secretary Mr. Shyam Raj, and BDJF State General Secretary, very Advocate Jyoti, BDJJ के यहाँ से कैंडिडेट Mr. Baiju Kalasala, BJP State Secretary Mr. Vandaram Raman. Sodari Sodaranmare Ellavarkum Namaskaram. My pronunciation is correct? Oh, thank you very much. Very excellent orator. ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബൈജു കലാശാല സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ മികച്ച ഒരു പ്രാസംഗികനാണ്. यदि बैजू कला को चुनकर आप लोगों ने पार्लियामेंट में भेजा, मैं पूरी तरह से कॉन्फिडेंट हूं कि आपकी प्रॉब्लम्स को पार्लियामेंट में रेज करने का काम इफेक्टिवली यदि कोई करेगा तो आपके कैंडिडेट मिस्टर बैजू कला करेंगे. നിങ്ങൾ ഇവിടെ നിന്ന് ശ്രീ ബൈജു കലാശാലയെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി പാർലമെന്റിൽ എത്തിക്കുവാനും സംസാരിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. बीजेपी लेड एनडीए डबल डिजिट में मेंबर ऑफ पार्लियामेंट सीट जीतकर वो हमारी गवर्नमेंट बनाने में अपना कंट्रीब्यूशन देंगे. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ ഞാൻ കേരളത്തിലെ യാത്രകളിലാണ്. കണ്ണൂർ, വടകര, കാസർഗോഡ്, അങ്ങനെ ഇന്ന് 5ാമത്തെ ഇടത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച്, പ്രധാനമന്ത്രിയെ കുറിച്ച് ആകർഷകമായ കാര്യങ്ങളാണ് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത്തവണ 2 അക്കത്തിൽ കൂടുതലുള്ള ആളുകളെ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച് നമ്മൾ അയക്കുക തന്നെ ചെയ്യും. सारी इंटरनेशनल कम्युनिटी इंडिया की बातों को कान खोल कर सुनती है. यह स्टेशन इंडिया का पूरी इंटरनेशनल कम्युनिटी में बना. മോദിജി അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ ഭാരതത്തിന്റെ ശബ്ദം ഉറക്കെ കേൾപ്പിച്ചിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. लेकिन आज भारत के अंदर वो स्ट्रेंथ है, भारत के अंदर वो ताकत है. भारत किसी को आंख दिखाता नहीं, लेकिन भारत को जो आंख दिखाएगा तो उसका जवाब देने की कुव्वत भारत के अंदर है. यह भारत രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നാം ആരെയും കണ്ണുരുട്ടി കാണിക്കാറില്ല. പക്ഷെ ആരെങ്കിലും നമ്മളെ കണ്ണുരുട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ മറുപടി കൊടുക്കാനുള്ള ശക്തിയിലേക്ക് നാം വളരുകയും ചെയ്തിരിക്കുന്നു. इंडिपेंडेंट इंडिया में आपने देखा होगा, गवर्नमेंट है,
भारत ही नहीं, दुनिया का कोई व्यक्ति उंगली उठाकर नहीं कह सकता कि हमारी गवर्नमेंट पर एक भी करप्शन का कोई चार्ज लगा। पंडित जवाहरलाल नेहरू जो हमारे फर्स्ट प्राइम मिनिस्टर थे, उन्होंने भी, इंदिरा गांधी हमारी दूसरी प्राइम मिनिस्टर थी, उन्होंने भी, और राहुल गांधी बार बार ये कहते रहे हम गरीबी हटाएंगे, गरीबी को, पावर्टी को हम इस कंट्री से एलिमिनेट करेंगे। लेकिन बहनों भाइयों, वो पावर्टी को एलिमिनेट नहीं कर पाए। इंडिपेंडेंट इंडिया में पहली बार प्राइम मिनिस्टर मोदी ने 25 करोड़ लोगों को पावर्टी लाइन से बाहर करने में कामयाबी हासिल की है। यह एक मेजर अचीवमेंट है और वर्ल्ड की बहुत सारी कंट्रीज के द्वारा इसको अप्रिशिएट किया जा रहा है। നാം ഭരണത്തിലേറുകയാണെങ്കിൽ അയോധ്യയിൽ ഒരു ഭവ്യ ക്ഷേത്രം നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇന്ന് അയോധ്യയിൽ ഒരു ഭവ്യമായിട്ടുള്ള ക്ഷേത്രം നിർമ്മിച്ചെന്ന് മാത്രമല്ല, ഭഗവാൻ രാമൻ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. मैं आपको यकीन दिलाना चाहता हूं, डबल डिजिट में हमारे मेंबर ऑफ पार्लियामेंट को जिता दीजिए यहां से, हम इस करप्शन की इंक्वायरी कराएंगे। हु इज रिस्पांसिबल फॉर दिस स्कैम? ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ സഹകരണ രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. കേരളത്തിൽ നിന്ന് ഇരട്ടയക്കത്തിലുള്ള MP-മാരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൽ അന്വേഷണം ഉണ്ടാവുകയും കുറ്റക്കാരെ ജയിലടക്കുകയും ചെയ്യുന്നതായിരിക്കും.